സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് യാത്രയിൽ ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഗപ്പി കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടപ്പായൽ വേണമായിരുന്നേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് ക്യാമറമാനാണ് കേട്ടോ, പുറകിലുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം എന്തായാലും അത് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇത് നമ്മുടെ കാട്ടാക്കട കള്ളിക്കാടിൻ്റെ അടുത്താണ് കേട്ടോ, ചെറിയ വയൽ പോലെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേനും അവിടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നേ. അപ്പോഴത്തേനും ചോദിച്ചു എടുത്തോട്ടേന്ന്. അപ്പോൾ പറഞ്ഞു ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പോവാണ്. അപ്പം ഞാനിപ്പോൾ എവിടെ പോലും മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്, കാരണം ഭയങ്കര പൊടിയായതുകൊണ്ട് നല്ല ചുമയും ഒക്കെയാണ് കേട്ടോ. അപ്പം അലർജി ഉള്ളതുകൊണ്ട് മാസ്കും കൂടെ വെച്ചിട്ടാണ്, പിന്നെ ഹെൽമെറ്റ് ഊരാനുള്ള മടി കാരണം അതും കൂടെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുട്ടപ്പായലല്ല, ഇതിന് വേറെന്തോ പേരാണെന്ന് തോന്നുന്നു. എനിക്ക് പക്ഷേ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. കാണാൻ കുഴപ്പമൊന്നുമില്ല, അത് പക്ഷേ ഇത്തിരി ഇട്ടാൽ മതി ഒത്തിരി ആവുന്നതാണ് കേട്ടോ അവിടെ നിന്ന് അങ്കിള് പറഞ്ഞത്. അവിടെ മൊത്തം ഇതുണ്ടായിരുന്നു, ആ വെള്ളത്തിൽ കിടക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ കവറില്ലാത്ത കാരണം റോഡ് സൈഡിൽ നിന്ന് തന്നെ കവറിനെ പൊക്കി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്ന് എടുക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കൈക്ക് നല്ലോണം ചൊറിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കൈപ്പിടിയിൽ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് മൊത്തം വാഴത്തോട്ടാണ്. പിന്നെ പോകുന്ന സമയത്ത് ഞങ്ങൾ അങ്ങളിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് മൊത്തം കപ്പ കൃഷിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ഇറങ്ങി വന്ന വഴി. പിന്നെ ഈ വഴിയിലൂടെ നിന്നൊക്കെ നമ്മൾ നടന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നും അല്ലേ. ഇപ്പോൾ സമയം പറയാനാണെങ്കിൽ ഏകദേശം ഒരു 11:30 കേട്ടോ. പിന്നെ എഡിറ്റിംഗ് കൂടുതൽ പഠിച്ചിട്ടുള്ള ക്യാമറമാനുണ്ട്, അതൊരു 6:30 എന്നിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ള ഒരു ചെറിയ കാര്യം അത് ഇതുവരെ നടന്നിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളിത് എപ്പോഴും വരുന്നൊരു കട തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് എനിക്ക് കുഴിമന്തി കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ വന്ന് ഞാൻ ഇവിടുന്ന് മണമൊക്കെ കേട്ടപ്പോഴത്തേനും കാല് മാറി അത് ബിരിയാണിയിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബിരിയാണി ലവറാണ് കേട്ടോ. എവിടെ പോയാലും എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതോടൊപ്പം തന്നെ കുഴിമന്തി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ തണുപ്പില്ലാതെ തന്നെ ഒരു ബ്ലൂ ലൈം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് മാത്രമാണ്. അങ്ങനെ ഇതാ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മണം അടിച്ചപ്പോഴേ എനിക്ക് തോന്നി അടിപൊളിയായിരിക്കുന്നു. ഇതിന് മുന്നേ ഈ കട നടത്തിയിരുന്നവരല്ല കേട്ടോ നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നേ. വായിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ പീസ് ഇനി കാല് കാണുമെന്നായിരുന്നു എൻ്റെ അടുത്ത ഡൗട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്ത ബീഫ് റോസ്റ്റും നമ്മുടെ ബെറോട്ടയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. നൂൽ പൊറോട്ടയായിരുന്നേ. ബീഫ് റോസ്റ്റ് പറഞ്ഞാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഇങ്ങനെ ബീഫ് ലവറൊന്നും അല്ല കേട്ടോ, കഴിക്കുന്ന ഒരാളുമല്ല. പക്ഷേ ഞാൻ 2-3 പീസ് എടുത്ത് കഴിച്ചപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു തരം നല്ലൊരു എന്തിട്ടുള്ള അടിപൊളി ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അതും അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കാലുകൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ കൂടെ കാല് കഴിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇഷ്ടം എന്താ, എല്ലാം ഇഷ്ടം തന്നെയെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലൂ ലൈം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നില്ലേ, അത് നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചൊഴുകി ഇങ്ങനെ വിത്തൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കൈ കടിച്ച താമരയുടെ വിത്താണ് കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുപോലെ നമ്മുടെ ഈ തൊണ്ടൻ മുളക് എന്നാണ് കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരം പറയുന്നത്. ഈ സാമ്പാറിലൊക്കെ ഇടുന്നൊരു മുളകുണ്ടല്ലോ, അപ്പോൾ അതും കത്തിരിക്കയുടെ ചെടിയും പിന്നെ കുറച്ച് വിത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഗപ്പീനെ മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അക്വരത്തിൽ കയറിയെങ്കിലും അവിടെ ഗപ്പി പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ മീൻ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, തീർന്നിരിക്കുമായിരുന്നു. ഞങ്ങളിത് വേറെ അക്വരത്തിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്, കിള്ളിയുടെ ആ ഭാഗത്താണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ മീനാണെങ്കിൽ ഒരു ഭീമ മീനായിരുന്നു കേട്ടോ, കാണാനും നല്ല രസമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനിത് എൻ്റെ ഇതിലോട്ട് മൊത്തം ഇല വീണ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് മാറ്റിയിട്ട് ഇവർക്ക് ഞാൻ വിചാരിച്ചു ഈ മുട്ടപ്പായലൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കും, കാരണം ചെളിയിൽ കിടന്നതാണല്ലോ എന്ന് വിചാരിച്ചേ. അവരിപ്പോൾ ഇതിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ജനസംഖ്യ കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫുഡ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന എല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ നോക്കുമ്പോഴത്തേനും. പിന്നെ ഞാനാണെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വന്നിട്ട് അതിൽ നമ്മുടെ ഈ മുട്ടപ്പായലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലെ ചെളി അതിലോട്ടും ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല വെയിലും കൂടെ ആയതുകൊണ്ട് നല്ല തണൽ വേണം എന്ന് എനിക്ക് തോന്നിട്ടോ. അവരെല്ലാവരും അല്ലെങ്കിൽ ഇല ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനടിയിലൊക്കെയാണ് കേട്ടോ വന്നിരിക്കാറ്. ഇങ്ങനെ എല്ലാം ഞാനിങ്ങനെ ഓരോന്നായിട്ട് കഴുകി ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ച മുട്ടപ്പായൽ ഇതല്ല കേട്ടോ, നമ്മുടെ താമര പോലെ വിരിഞ്ഞിരിക്കുന്ന ഒരു മുട്ടപ്പായലില്ലേ, അതായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കാണണേ. അപ്പോൾ നാളെ കാണുന്നവരെല്ലാവർക്കും ടാറ്റ.